ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ ഏതാണ്? രാസഗതികാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 ടൈപ്പ് രാസപ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. ആ രാസപ്രവർത്തനം ജസ്റ്റ് ഒന്ന് പോയി നന്നായിട്ട് കണ്ട് മനസ്സിലൊന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തേലേക്ക് നമുക്ക് പോകട്ടോ. രണ്ടാമത്തെ പാർട്ടിലോട്ട് പോവുകയാണേ. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2-3 ml സോഡിയം ക്ലോറൈഡ് ലായനി എടുക്കുക. അപ്പോൾ ഏത് ലായനി എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് ആണ്. ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 ml സിൽവർ നൈട്രേറ്റ് ലായനി ചേർക്കുക. ഏതാണ്? സിൽവർ നൈട്രേറ്റ് ആണ് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ രാസസമവാക്യം ചുവടെ നൽകിയിരിക്കുന്നത് പരിശോധിക്കൂ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് NaCl അതേപോലെ ആരാണ്? നമ്മുടെ സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റോട് കൂടി ചേർന്നിട്ട് ആരുണ്ടാകുന്നുണ്ട്? സിൽവർ ക്ലോറൈഡും അതേ സോഡിയം നൈട്രേറ്റും ഉണ്ടാകുന്നു അല്ലേ. NaNO3 എന്ന് വെച്ചാൽ ആരാണ്? സോഡിയം നൈട്രേറ്റ് ആണ്. പ്രവർത്തന ഫലമായി ലഭിച്ച അവക്ഷിപ്തം ഏത് ഉൽപ്പന്നത്തിൻ്റെതാണ് എന്ന് അറിയാമോ? അപ്പോൾ ഇവിടെ അവക്ഷിപ്തമായിട്ട് ലഭിച്ചത് ഏത് ഉൽപ്പന്നത്തിൻ്റെയാണ്? സിൽവർ ക്ലോറൈഡിൻ്റെയാണ് കേട്ടോ. അഭികാരങ്ങളിലൊന്നായ സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയോണുകളുമായി ചേർന്നിരിക്കുന്ന അയോൺ ഏതാണ്? അപ്പോൾ അഭികാര ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് ആരുണ്ട്? സോഡിയം അയോൺ ഉണ്ട് അല്ലേ. സോഡിയം എന്ന് വെച്ചാൽ എണ്ണയാണ് അയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവനുമായിട്ട് ചേർന്നിരിക്കുന്ന അയോൺ ഏതാണ്? എണ്ണയുമായിട്ട് ചേർന്നിരിക്കുന്ന അയോൺ ആരാണ്? Cl ആണ് കേട്ടോ. എണ്ണയുമായിട്ട് ചേർന്നിരിക്കുന്നത് ആരാണ്? Cl ആണ്. ഇനി അടുത്തത്, ഉണ്ടായ ഉൽപ്പന്നങ്ങളിൽ ഏത് ലോഹ അയോണുമായാണ് ക്ലോറൈഡ് അയൺ ചേർന്നിരിക്കുന്നത്? അപ്പോൾ ഉണ്ടായ ഭാഗത്ത് നോക്കിക്കേ, പ്രൊഡക്റ്റിൽ ഏത് ലോഹവുമായിട്ടാണ് ക്ലോറിൻ ചേർന്നിരിക്കുന്നത്? ആരുമായിട്ടാണ്? നമ്മുടെ Ag-യുമായിട്ടാണ്. രണ്ടാമത്തെ അഭികാരമായ സിൽവർ നൈട്രേറ്റിലെ, അപ്പോൾ ശ്രദ്ധിക്കണേ, ഏതാണ് രണ്ടാമത്തെ അഭികാരം എന്ന് പറയുന്നത്? ഇവിടെ ഏതാ നോക്കിക്കേ. രണ്ടാമത്തെ അഭികാരം എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ നോക്കാതെ ഏതാണ്? സിൽവർ നൈട്രേറ്റ് ആണ് കേട്ടോ. ഏതാണ്? സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, AgNO3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? സിൽവർ നൈട്രേറ്റിലെ നൈട്രൈഡ് അയോൺ ഉൽപ്പന്നത്തിൽ ഏത് ലോഹവുമായിട്ടാണ്? അപ്പോൾ എവിടെയാണ് ചോദിച്ചേക്കുന്നത്? നൈട്രൈഡ് അയോൺ എന്ന് പറയുന്നതാണ്. നൈട്രൈഡ് അയോൺ എന്ന് പറയുന്നത് NO3 എന്ന് പറയുന്ന ആള് ഉൽപ്പന്ന ഭാഗത്തേക്ക് വന്നപ്പോൾ, ഇതല്ലേ ഈ ഭാഗമല്ലേ ഉൽപ്പന്നം അല്ലേ, ഈ ഭാഗമാണ് നമ്മൾ ഉൽപ്പന്നം എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഉൽപ്പന്ന ഭാഗത്തേക്ക് വന്നപ്പോൾ ആരുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്? അപ്പോൾ ചോദിച്ചേക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇതാണ് ഏത് ഭാഗത്താണ്? അഭികാരത്തിൻ്റെ ഭാഗത്ത് കിടന്ന NO3 ആരുടെ കൂടെയായിരുന്നു ആദ്യം? Ag-യുടെ കൂടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ. അഭികാരത്തിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ Ag-യുടെ കൂടെയായിരുന്നു. എന്നിങ്ങോട്ട് നോക്കിക്കേ, ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇത് ആരുടെ കൂടെയായിട്ട് മാറി? തൊട്ടിപ്പുറത്ത് കിടക്കുന്ന Na-യുടെ കൂടെ അങ്ങോട്ട് ആയിട്ട് മാറി. ശരിയാണോ? NaNO3 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? നൈട്രേറ്റ് അയോൺ ഉൽപ്പന്നത്തിൽ ഏത് ലോഹ അയോണിനോടൊപ്പമാണ് ചേർന്നിരിക്കുന്നത്? ആരോടൊപ്പമാണ് ചേർന്നിരിക്കുന്നത്? Naയുടെ കൂടെയാണ് ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത രാസപ്രവർത്തനം പഠിക്കാൻ പോവുകയാണേ. 2 സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞേക്കുന്നത്? 2 സംയുക്തങ്ങൾ. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ Naയും അതേപോലെയാണ് NaClഉം അതേപോലെ AgNO3 പ്രവർത്തിച്ചു അല്ലേ. NaClഉം അതേപോലെ ആരാണ്? AgNO3 പ്രവർത്തിച്ചപ്പോൾ അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചുമാറ്റി പുതിയ 2 സംയുക്തങ്ങൾ ഉണ്ടാകുന്ന തരം പ്രവർത്തനത്തെ ദ്വിവിഘടന രാസപ്രവർത്തനം എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോൾ എന്താ ചെയ്യുന്നത്? 2 സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുന്നു. ഇതുണ്ടോ, ഇവിടെ NaClഉം ഉണ്ട്, AgNO3 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ Ag എന്താ ചെയ്യുന്നത്? Ag ഇപ്പുറത്തെ Clനെ കൂടെ അങ്ങോട്ട് കൂട്ടും. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഇപ്പുറം കിടക്കുന്ന NO3നെ അങ്ങോട്ട് കൂടെ കൂട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ഇവർ ഒരു ചെറിയ മാറ്റം നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്വിവിഘടന രാസപ്രവർത്തനം. ഏത് ടൈപ്പ് രാസപ്രവർത്തനമാണ്? ദ്വിവിഘടന രാസപ്രവർത്തനം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം നമ്മൾ 3 ടൈപ്പ് രാസപ്രവർത്തനങ്ങൾ പഠിച്ചു അല്ലേ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സംയോജക രാസപ്രവർത്തനം. ഫസ്റ്റ് വൺ നമ്മൾ ഏതാ പഠിച്ചത്? സംയോജക രാസപ്രവർത്തനം അല്ലേ. എന്തായിരുന്നു സംയോജക രാസപ്രവർത്തനം എന്ന് പറയുന്നത്? 2 പേര് കൂടി ചേർന്ന് ഒരാളായിട്ട് മാറുന്നു. നന്നായിട്ട് ആലോചിക്കണേ. 2 സംയുക്തങ്ങളോ അല്ലെങ്കിൽ 2 മൂലകങ്ങളോ ചേർന്ന് ഒരു സംയുക്തമായിട്ട് മാറുന്നു. ഇത്രയും നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ തലയിൽ ഒന്ന് കയറ്റി വെച്ചാൽ മതി. 2 പേര് കൂടി ചേർന്ന് ഒരാളായിട്ട് മാറുന്നു.
നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വിഘടന രാസപ്രവർത്തനമാണ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്? ഒരാൾ രണ്ടോ മൂന്നോ പേരായിട്ട് മാറുന്നു, ഒരാൾ രണ്ടോ മൂന്നോ പേരായിട്ട് മാറുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിച്ചതായിരുന്നു ദ്വിവിഘടന രാസപ്രവർത്തനമാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? അഭികാരത്തിൻ്റെ ഭാഗത്ത് കിടക്കുന്ന ആൾക്കാർ ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി അങ്ങോട്ട് ചേഞ്ച് ആക്കുന്നു അല്ലേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെച്ചു മാറ്റുന്നു, പരസ്പരം എന്ത് ചെയ്യുന്നു? വെച്ചു മാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചോദിച്ചിട്ടുണ്ട് ദ്വിവിഘടന രാസപ്രവർത്തനങ്ങളെ 3 വിധത്തിൽ തരംതിരിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനങ്ങൾ എന്നാണ് ഫസ്റ്റ് വൺ കേട്ടോ. അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനങ്ങൾ ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന ആലേയ സംയുക്തങ്ങളാണ് അവക്ഷിപ്തങ്ങൾ. അപ്പോൾ ലായനിയിൽ നിന്ന് ഇത് എന്താണ്? അലിയാണ്ട് അടിയിൽ കിടക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MgCl2H2SO4 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. Mgയുടെ കൂടെ ആര് വന്നു? Mgയുടെ കൂടെ ഇത് ഏത് ടൈപ്പ് രാസപ്രവർത്തനമാണ്? ദ്വിവിഘടനമാണ് അല്ലേ. അപ്പോൾ Mgയുടെ കൂടെ ആര് വരും? H2SO4 വരും. അതേപോലെ H2വിൻ്റെ കൂടെ ആര് വന്നിട്ടുണ്ട്? Hൻ്റെ കൂടെ നമ്മുടെ Clഉം വന്നിട്ടുണ്ട്. ശരിയാണോ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദ്വിവിഘടന രാസപ്രവർത്തനം എന്താണെന്ന് നോക്കാം കേട്ടോ. വാതക രൂപീകരണ രാസപ്രവർത്തനമാണ്. അപ്പോൾ വാതക രൂപീകരണ രാസപ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു വാതകം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയേ CO3യും അതേപോലെ HClഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താ ഉണ്ടാകുന്നത്? CaCl2 ഉണ്ടാകുന്നുണ്ട്. വേറെ ആരൊക്കെയാണ്? H2OA. H2O എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വെള്ളമാണ് അല്ലെങ്കിൽ വാട്ടർ ആണ് അല്ലേ. അല്ല ഇത് നോക്കിയേ CO2 എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാതകം എന്ന് വെച്ചാൽ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഇനി മൂന്നാമത്തതിലേക്ക് പോവാം. ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാതെ സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? മൂന്നാമത്തെ എന്ന് പറയുന്നത് കേട്ടോ. ഒരാസിഡും ലോഹ ഹൈഡ്രോക്സൈഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ലഭിക്കുന്ന നിർവികീരണ രാസപ്രവർത്തനങ്ങൾ ഇവയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ HCl ഉണ്ട്, HClഉം ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? NaOH ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ NAൻ്റെ കൂടെ ആര് വരുന്നു? HCl വരുന്നു. NAൻ്റെ കൂടെ ആര് വരുന്നു? HCl. പിന്നെ എന്താ ഉണ്ടാകുന്നത്? H2O ആണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ എന്താ ഉണ്ടാകുന്നത്? H2OA. ശരിയല്ലേ. ഇവിടെ NAയും Clഉം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി ആരാടാ? ഇവിടെ Cl എടുത്തു, ഇവിടെ Na എടുത്തു അല്ലേ. പിന്നെ ആരൊക്കെ അവിടെ ബാക്കിയുണ്ട്? ആദ്യം ഒരു H ഉണ്ട്, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? OH ഉണ്ട് അല്ലേ. അപ്പോൾ 2H ആയി. 2H നമ്മൾ എന്താ പറയുക? H2 എന്ന് പറയും. പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഒരു ഓയും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്? H2OA അല്ലെങ്കിൽ ജലം ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ അതും ജസ്റ്റ് എന്ത് ചെയ്യുക? ആ കൂടെ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക. അടുത്തതിലേക്ക് പോവേ. ചുവടെ നൽകിയിരിക്കുന്ന രാസസമവാക്യം പരിശോധിച്ച് ഏതൊക്കെ അയോണുകളാണ് സംയുക്തങ്ങൾ പരസ്പരം വെച്ചു മാറുന്നതെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ BaCl2 H2SO4 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം BA ആരെയാണ്? BA ആരെയാണ് കൂട്ടുപിടിക്കുക? BA നമ്മുടെ ഇപ്പുറം കിടക്കുന്ന SO4നെ കൂട്ടുപിടിക്കും കേട്ടോ. ഇനി H ആരെ കൂട്ടുപിടിക്കും? Cl2നെയാണ് കൂട്ടുപിടിക്കുന്നത്. അത് നിങ്ങൾ എന്തായാലും അറിയായിരിക്കും അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ തന്നെ അത് പിടികിട്ടും. ദ്വിവിഘടന രാസപ്രവർത്തനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തി അവിടെ ആ കൂടെ തന്നെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിൽ അല്പം സിങ്ക് തരികൾ ഇട്ട ശേഷം ടെസ്റ്റ് ട്യൂബിൻ്റെ ഭാഗത്ത് കത്തിച്ച് തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരിക എന്നാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ എന്താ നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അറ്റത്ത് ഈ തീപ്പെട്ടി കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു പോപ്പ് എന്ന് പറയുന്ന സൗണ്ടോടെ നന്നായിട്ട് ഈ തീപ്പെട്ടി എന്ത് ചെയ്യും? നന്നായിട്ടൊന്ന് ആളിക്കത്തുന്നതായിട്ട് കാണാം കേട്ടോ. അത് ടീച്ചർമാർ നിങ്ങൾക്ക് സ്കൂളിൽ ഇതിൻ്റെ പരീക്ഷണം കാണിച്ചു തരും കേട്ടോ. പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഏതാണ് വാതകം എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട്. സിങ്കിലേക്ക് നമ്മൾ HClലേക്കാണ് ആരിട്ടത്? സിങ്ക് ഇട്ടത് അല്ലേ. ഇനി അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നോക്കിക്കേ. ഈ രാസപ്രവർത്തനത്തിൽ സമീകരിച്ച രാസസമവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. സിങ്ക് ഉണ്ട്, HCl ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ സിങ്കിൻ്റെ കൂടെ ആര് കൂടുന്നുണ്ട്? സിങ്കിൻ്റെ കൂടെ Cl കൂടുന്നു അല്ലേ. അപ്പോൾ സിങ്ക് Cl2. ഇവിടെ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ് ഉണ്ടാകുന്നത് അല്ലേ. രാസപ്രവർത്തന ഫലമായി HCl എന്ന് പറയുന്ന അഭികാരത്തെ ഹൈഡ്രജന് പകരം ഉൽപ്പന്നത്തിൽ നിന്ന് ചേർത്ത ആറ്റമേത്? അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? ഇത്രയേ ഉള്ളൂ. HCl എന്ന് പറയുന്ന ആളെ. ഓക്കെ. അഭികാരത്തിലെ ഹൈഡ്രജന് പകരം
ഓക്കെ, അഭികാരത്തെ ഹൈഡ്രജന് HCl ആരുണ്ട്, എച്ച് ഉണ്ട്, CL ഉണ്ട് അല്ലേ. അപ്പോൾ ഉൽപ്പന്നത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ CLനെ കൂട്ടുകൂടുന്ന ആൾ ആരാന്നാണ് ചോദിച്ചേക്കുന്നത്, ഏത് ആറ്റമാണ് കൂട്ടുകൂട്ടിയത്. അപ്പോൾ ഏത് ആറ്റമാണ് ആരാണ് കൂടെ കൂട്ടിയത്, സിങ്കാണ് കൂടെ കൂട്ടിയത് കേട്ടോ. അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് സിങ്ക് ആറ്റം വന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റി, ഇവിടെ ഹൈഡ്രജനെ മാറ്റി ഉൽപ്പന്നമായിട്ട് മാറിയപ്പോൾ അവിടെ ആര് വന്നു, സിങ്ക് വന്നു എന്ന് മാത്രമേ ഇവിടെ ഒരു മാറ്റം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നാലാമത്തെ ടൈപ്പ് രാസപ്രവർത്തനത്തിലോട്ട് പോവുകയാണ്. ഏതാണ്, ആദേശ രാസപ്രവർത്തനം. അപ്പോൾ ആദേശ രാസപ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്താ നോക്കിയാലോ, സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന. അപ്പോൾ എന്താണ്, ഒരു സംയുക്തം എടുത്താൽ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം എന്ത് ചെയ്യും, ആദേശം ചെയ്തെടുക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 4 ടൈപ്പ് രാസപ്രവർത്തനം പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എന്തായിരുന്നു, 2 പേര് കൂടിയിട്ട് ഒരാളായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംയോജക രാസപ്രവർത്തനം. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ച രാസപ്രവർത്തനം ഏത് ടൈപ്പായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ, ഏത് ടൈപ്പായിരുന്നു രണ്ടാമത്തെ രാസപ്രവർത്തനം, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രണ്ടാമത്തെ ഇതാ അല്ലേ, സംയോജകം നമ്മൾ പറഞ്ഞു, 2 പേര് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരാള്. ഇനി ഒരാള് 2 3 പേരാകുന്നതിന് വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നു അല്ലേ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പഠിച്ച ഏതായിരുന്നു, അടുത്തത് ദ്വിവിഘടനം. വിഘടനം എന്തായിരുന്നു, 2 സംയുക്തങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം അടിച്ച് വെച്ച് മാറ്റുന്നു അല്ലേ. നമ്മുടെ എന്താണ്, ഉൽപ്പന്നത്തിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റുന്നതിനെയാണ് ദ്വിവിഘടന പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, അടുത്ത ലാസ്റ്റ് കൊണ്ട് നമ്മൾ എന്താ പഠിച്ചത്, ആദേശ രാസപ്രവർത്തനം. സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം എന്ത് ചെയ്യുന്നു, ആദേശം ചെയ്തെടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം അല്ലേ. അടുത്തത് രാസപ്രവർത്തനം, അതിൻ്റെ സവിശേഷതകളാണ് അല്ലേ. അപ്പോൾ എത്ര ടൈപ്പ് രാസപ്രവർത്തനമാണ് നമ്മൾ പഠിച്ചത്, 4 തരം രാസപ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്, സംയോജന രാസപ്രവർത്തനം. 2 അതിലധികമോ പേര് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരാളായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമായിട്ട് മാറുന്നു. വിഘടനം എന്തായിരുന്നു, ഒരു അഭികാരം 2 അതിലധികമോ ഉൽപ്പന്നം വരും അല്ലേ, ഒരാൾ 2 അതിലധികമോ ആയിട്ട് മാറുന്നു. ദ്വിവിഘടനം എന്തായിരുന്നു, 2 അഭികാരങ്ങളാണ്, ഉൽപ്പന്നങ്ങളിൽ അയോണുകൾ പരസ്പരം എന്ത് ചെയ്യുന്നു, മാറി വരുന്നു അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്ത് ചെയ്യുന്നു, ഉൽപ്പന്നമായിട്ട് വരുമ്പോൾ മാറ്റമടിക്കുന്നു. ആദേശ രാസപ്രവർത്തനം എന്നാൽ എന്താണ്, അഭികാരങ്ങളിലെ ഒരു സംയുക്തത്തിലെ മൂലകത്തെ മറ്റൊരു മൂലകം അല്ലെങ്കിൽ മറ്റൊരു എലമെന്റ് എന്ത് ചെയ്യുന്നു, ആദേശം ചെയ്തെടുക്കുന്നു. ശരിയാണോ. അപ്പോൾ ഈ 4 രാസപ്രവർത്തനം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു നോക്കണം കേട്ടോ. സിമ്പിളാണ്. സംയോജനം എന്ന് വെച്ചാൽ എന്താണ്, 2 പേര് ഒരാളാകുന്നു. ഇനി വിഘടനം എന്ന് വെച്ചാൽ എന്താണ്, ഒരാൾ 2 3 പേരായിട്ട് മാറുന്നു. ഇനി ദ്വിവിഘടനം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഭാഗത്തോട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് അയോണുകളെ മാറ്റമടിക്കുന്നു. ആദേശം എന്ന് വെച്ചാൽ എന്താണ്, ഒരാളെ ആദേശം ചെയ്യുന്നു. സിമ്പിൾ അല്ലേ. അടുത്തതിലേക്ക് പോകാം അല്ലേ. ചുവടെ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളെ സംയോജക രാസപ്രവർത്തനം, വിഘടനം, ദ്വിവിഘടനം, ആദേശ രാസപ്രവർത്തനം എന്നിങ്ങനെ ഏതാണെന്ന് തരംതിരിച്ച് എഴുതാനാണ് കേട്ടോ. ഫസ്റ്റ് കൊണ്ട് നോക്കിക്കേ, സിങ്ക് പിന്നെന്താണ് 2AgNO3, സിങ്ക് NO3 2AG അല്ലേ. ഇവിടെ ഒന്ന് നോക്കിക്കേ, സിങ്ക് എന്താ ചെയ്യുന്നത്, ഉൽപ്പന്നത്തിന്റെ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേനും NO3 ഒരാളെ ആദേശം ചെയ്യുന്നുണ്ട്. ശരിയല്ലേ. അപ്പോൾ ഒരാൾ ആദേശം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഏത് ടൈപ്പ് പ്രവർത്തനമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ആദേശ രാസപ്രവർത്തനമാണ് കേട്ടോ. ഏതാണ്, ആദേശമാണ്. ഞാൻ മൊത്തം എഴുതുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ആദേശ രാസപ്രവർത്തനമാണ്. രണ്ടാമത്തെ നോക്കിക്കേ, ഒരാൾ 2 ആളായിട്ട് മാറി. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഒരാൾ 2 ആളായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പാണ്, വിഘടനമാണ് അല്ലേ. ഓർമ്മയില്ലേ, വിഘടനമാണ്. ഇത് നന്നായിട്ട് എക്സാമ്പിൾസ് ഒക്കെ നോക്കണം കേട്ടോ, എക്സാമ്പിൾ എന്തായാലും വരും കേട്ടോ. വിഘടനമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്, ഒരാൾ 2 ആളായിട്ട് മാറി. ഒന്നും ആലോചിക്കാനല്ല, ഏത് തന്നെയാണ്, വിഘടനം തന്നെയാണ് അല്ലേ. ഒരാൾ 2 ആളാവുന്നുണ്ടെങ്കിൽ ഏതായിരുന്നു, വിഘടനമാണെന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഒരാൾ 2 ആളായത് വിഘടനമാണ്. ഇവിടെ നോക്കിയേ, C ഉണ്ട്, NO2S ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ മാറ്റടിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. മാറ്റടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം മാറ്റം അടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പായിരുന്നു, ദ്വിവിഘടന രാസപ്രവർത്തനമാണ് കേട്ടോ. ദ്വിവിഘടനം.
വിഘടനം. ശരിയല്ലേ? സിയുവിൻ്റെ കൂടെ ആര് വന്നു? ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ഇവിടെ കിടക്കുന്ന എസ് വന്നു. ഇനി നോക്കിയേ, NO2 കൂടെ ഇവിടെ കിടക്കുന്ന ആര് വന്നു? NO3 വന്നു അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഉൽപ്പന്നത്തിൻ്റെ ഭാഗമാകുമ്പോഴത്തേനും മാറ്റം അടിച്ചു. ഇതിനെയായിരുന്നു നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഘടനം എന്ന് പറയുന്നത്. അടുത്തെന്താണ്? രണ്ടാൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ രണ്ടാൾ കൂടി ചേർന്ന് ഒരാളാവുന്ന രാസപ്രവർത്തനം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സംയോജന രാസപ്രവർത്തനമാണ് അല്ലേ? സംയോജന രാസപ്രവർത്തനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോളത്തിലേക്ക് നിങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി എഴുതണം കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഞാനത് പറയുന്നില്ല. രാസപ്രവർത്തന വേഗമാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കേട്ടോ. മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ചില രാസപ്രക്രിയകൾ സംഭവിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയൂ. സ്ഫോടനം, അയൺ തുരുമ്പിക്കുന്നത്, കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് പാറകൾക്കുണ്ടാകുന്ന മാറ്റം, പല്ലിലെ പൊട്ട് അടയ്ക്കുന്നത്. ഈ രാസപ്രവർത്തനങ്ങളെല്ലാം ഒരേ വേഗത്തിലാണോ നടക്കുന്നത്? അല്ല അല്ലേ? ഒരേ വേഗത്തിലാണോ? അല്ല. പല്ലിൻ്റെ പൊട്ടടയ്ക്കുമ്പോൾ രാസമിശ്രിതം പല്ലിനോട് ഒട്ടിച്ചേരുന്നത് വളരെ സാവധാനത്തിലാണെങ്കിൽ ആഹാരം കഴിക്കുക അത്ര ശ്രമകരമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്ഫോടനം എങ്ങനെയാണ്? ഭയങ്കര സ്ലോയിലാണോ നടക്കുന്നത്? അല്ല, അതിവേഗം നടക്കും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഏതാ? സ്ഫോടനം എന്ന് പറയുന്നത് അതിവേഗം നടക്കും. നെക്സ്റ്റ് അടുത്ത ഏതാ കൊടുത്തേക്കുന്നത്? നമ്മുടെ ഇരുമ്പ് തുരുമ്പിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഇരുമ്പാട് തുരുമ്പിക്കുമോ? ഇല്ല അല്ലേ? ഇരുമ്പ് എങ്ങനെയാണ് തുരുമ്പിക്കുക? സാവധാനമാണ് തുരുമ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? സാവധാനം. നെക്സ്റ്റ് അടുത്തെന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പാറകൾക്ക് ഉണ്ടാകുന്ന മാറ്റം. അപ്പം അതും എന്ത് തന്നെയാണ്? പെട്ടെന്ന് നടക്കുമോ? ഇല്ല, സാവധാനമാണ് നടക്കുക അല്ലേ? എങ്ങനെയാണ്? സാവധാനം. അടുത്തത് പല്ലിൻ്റെ പൊട്ടടയ്ക്കുന്നത്. അപ്പോൾ പല്ലിൻ്റെ പൊട്ടടയ്ക്കുന്നത് എങ്ങനെയാണ്? വളരെ സാവധാനത്തിലാണോ? അല്ല, അതിവേഗം അല്ലേ? പെട്ടെന്ന് തന്നെ നമ്മൾ പൊട്ടടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? പെട്ടെന്ന് അതിവേഗത്തിൽ തന്നെ എന്ത് ചെയ്യും? പൊട്ടങ്ങട്ട് അടച്ചു തരും അല്ലേ? ശരിയാണോ? ശരിയാണ് കേട്ടോ. ഈ നെക്സ്റ്റ് ഇടത്തിലേക്ക് പോവേ. അടുത്ത എന്താണ്? അതുപോലെ അയൺ തുരുമ്പിക്കുന്ന രാസപ്രവർത്തനം വളരെ വേഗത്തിലായാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ എന്തെല്ലാമാണ് വളരെ വേഗത്തിലായി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കേടാവും അല്ലേ? ശരിയാണോ? എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കേടാകും. ഇരുമ്പിനെ തുരുമ്പിക്കാൻ പോലുള്ള രാസപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാകുകയാണെങ്കിൽ യന്ത്രസാമഗ്രികൾ, അതേപോലെ എന്താണ്, വാഹനം, ആയുധം എല്ലാം അതിവേഗം ഉപയോഗശൂന്യമായിട്ട് മാറും. ശരിയല്ലേ? പാലങ്ങൾ തകർന്നു വീഴാൻ ഇടയാകും. ഇതൊക്കെ എന്താണ്? ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ആഹാര സാധനങ്ങൾ കേടുവരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ഉപ്പിലിട്ട് വെക്കും അല്ലേ? മാങ്ങയ്ക്ക് എന്ത് ചെയ്യും? ഉപ്പിലിട്ട് വെക്കും. അടുത്തെന്താണ്? പ്രിസർവേറ്റീവുകൾ എന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ട്. തണുപ്പിച്ച് സൂക്ഷിക്കും. ശരിയല്ലേ? പിന്നെ എന്താണ്? വേറെന്താ ചെയ്യുന്നത്? വായു സമ്പർക്കമില്ലാതെ അടച്ചു വെക്കൂ അല്ലേ? വായു റിയായാണേ. വായു സമ്പർക്കമില്ലാതെ അടച്ചു വെക്കുന്നത് നിങ്ങൾ അങ്ങ് കൂട്ടിച്ചേർത്താൽ മതി കേട്ടോ. വായു സമ്പർക്കമില്ലാതെ അടച്ചു വെക്കും. പിന്നെന്താണ്? വിനാഗിരി ഉപയോഗിക്കില്ലേ? അച്ചാറൊക്കെ കേടാവാതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കലുണ്ട്? വിനാഗിരി ഉപയോഗിക്കും. അടുത്ത് നോക്കാം. എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരേ വേഗത്തിൽ അല്ല നടക്കുന്നത്. രാസപ്രവർത്തന വേഗത്തിൽ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്